അവൻ വരുന്നുണ്ട്. ഹരിയേട്ട ഒച്ച ഉണ്ടാക്കാനും നിൽക്കണ്ട പ്ലീസ്. എന്റെ അടുത്തി എന്തിനാ രണ്ടാളും ഇവിടെ ഇങ്ങനെ നിന്നേ? മാനസയുടെ അടുത്താരാ? പോകാനിറങ്ങിയതാണെങ്കിൽ പൊക്കോളൂ, ഇനി ഞാനുണ്ടല്ലോ. സിദ്ധു, പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഇതല്പം ക്രൂരമാണ്. ഏത്? എന്ന് നിനക്ക് നന്മ വരാനും കൂടിയാ ഹരിയേട്ടൻ ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. ഞാനും അങ്ങനെയല്ലേ അടുത്തി? ഞാനും ഒരിക്കലും ഹരിയേട്ടന്റെ വാക്ക് ധിക്കരിച്ചിട്ടില്ല, ഒരേ ഒരു വാക്കൊഴികെ. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹരിയേട്ടൻ നിന്നോട്. ഹരിയേട്ടാ, സിദ്ധു, ഞാൻ പറയുന്ന ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. ഞാൻ എന്ത് മനസ്സിലാക്കണമെന്ന് ഹരിയേട്ടൻ പറയുന്നേ? മൈനയുടെ അടുത്ത് പോരുതെന്നോ? ഞാൻ അവളൊന്ന് കണ്ടാലും വേണ്ടിയാലും എന്താ ഹരിയേട്ടാ? എല്ലാം സ്ത്രീക്ക് മാത്രം ദൈവം നൽകിയ പുണ്യം പോലും നഷ്ടപ്പെട്ടു പോയ ഒരു പാവം പെണ്ണുണ്ടാ മുറിക്കകത്ത്. നിനക്ക് ഞാൻ കൈപിടിച്ചു തന്ന പെണ്ണ്, നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന പെണ്ണ് എന്റെ മാനസ. നീ താലി കെട്ടിയത് മാനസയാണ്, മൈനയല്ല. മാനസയോളം വലുതല്ല നിനക്ക് മറ്റാരും. വലുതാവരുത്. കണക്ക് പറയാണോ ഹരിയേട്ടൻ? സിധു, ഹരിയേട്ടന് കണക്ക് പറയാം. അതിനുള്ള അവകാശവും അധികാരവും ആകെയുള്ള ഒരാൾ ഹരിയേട്ടൻ മാത്രമാണ്. പക്ഷേ മൈനയെ കാണരുതെന്ന് മാത്രം പറയരുത്, ശരിയാ? ഞാൻ താലി കെട്ടിയ പെണ്ണ മാനസ, എന്റെ ഭാര്യ. എന്നാ എന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്നവളാ മൈന. നഷ്ടപ്പെട്ടു പോയൊരു കുഞ്ഞിന്റെ കരച്ചിൽ എന്റെ മനസ്സിലിരുന്ന് ഇപ്പോഴും മുഴങ്ങുക ഹരിയേട്ട. നിങ്ങൾ പറയും, സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ, വേണ്ട, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ താലി കെട്ടിയ പെണ്ണിനാണോ സ്വന്തം കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന പെണ്ണിനാണോ പ്രഥമ സ്ഥാനം? ഞാൻ മൈനയെ കാണുന്നതും സംസാരിക്കുന്നതും മാനസയോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല. മാനസയോടുള്ള സ്നേഹം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല, സത്യം. നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, ചെയ്ത് കാണിക്കണം നീ. മാനസയ്ക്ക് ഏറ്റവും പരിഗണന കിട്ടേണ്ട സമയമാണെന്ന് അറിയാലോ സിദ്ധുന്. അറിയാം, ഞാൻ ചെയ്തോളാം എല്ലാം. എന്നെ ഒന്ന് സമാധാനത്തോടെ വിട്ടാ മതി പ്ലീസ്. എടുത്ത് നാളെ വരാം. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ കള്ളമാണ് പറയാൻ വരുന്നത് സിദ്ധു. നോ, അതെനിക്ക് മനസ്സിലാവും. മാനസേ, എന്തിനാ സിദ്ധു എന്റെ അടുത്ത് നിന്നിങ്ങനെ ഒഴിവാവുന്നത്? ഞാനൊരു ബാധ്യതയല്ലേ? മാനസ, നീ എഴുതാപ്പുറം വായിക്കണ്ട. ഞാൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതൊന്നുമല്ല. എനിക്കുണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട കമ്മിറ്റ്മെന്റ്സ്. നീ അത് മനസ്സിലാക്കണം. അല്ലാതെ ചില മൂന്നാംകിട സിനിമകളിലെ പോലെ എപ്പോഴും നിന്നെയും കെട്ടിപ്പിടിച്ച് ഈ കട്ടിൽ കിടക്കുന്ന ഒരാളാവണോ ഞാൻ? എന്തായിരുന്നു ഇത്രയും നാളില്ലാതിരുന്ന കമ്മിറ്റ്മെന്റ്സുകൾ, അത്യാവശ്യങ്ങൾ ഈ നേരം വരെ? എന്നെക്കാളും വലുതായിട്ട് എന്താ സിദ്ധുവിനുള്ളത്? എനിക്കത് അറിയണം. മനസ്സാ, നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണോ? കാര്യം അന്വേഷിക്കുന്നത് ചോദ്യം ചെയ്യലാണോ സിദ്ധു? പിന്നെ എന്താ ഇത്? നിന്റെ ഹരിയേട്ടന്റെ വക ഒന്ന് കഴിഞ്ഞിട്ട് എങ്ങോട്ട് വന്നത്? അങ്ങേരുടെ കണ്ണിൽ എല്ലാവരും കുറ്റക്കാരാ. അങ്ങേര് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാത്തവരെല്ലാവരും കുറ്റവാളികളാ. അതുപോലെ തുടങ്ങണോ നീയും? എന്റെ മനസ്സ് കാണാനും നീ ശ്രമിക്കണം. ഹരിയേട്ടൻ ഇവിടെ വന്നിരുന്നോ? എന്നിട്ട് എവിടെയാ? നീ എന്താ ഈ കാട്ടുന്നേ? എണീക്കണ്ട. എനിക്ക് ഹരിയേട്ടനെ കാണണം. ഹരിയേട്ടൻ പോയോ? എപ്പോ? ഇവിടെ വരെ വന്നിട്ട് എന്റെ കുഞ്ഞിനെ കാണാനൊന്നും വന്നില്ലല്ലോ ഹരിയേട്ടൻ. കുഞ്ഞോ? നീ എന്തേ പറയുന്നേ? ഏത് കുഞ്ഞ്? ഞാൻ പ്രസവിച്ച കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്.
മനസ്സേ, എന്തൊക്കെയാ നീ പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? കുഞ്ഞ് കുഞ്ഞ് സിദ്ധു, ഞാൻ സിദ്ധു, ഞാൻ മറന്നു പോവാ. നമ്മുടെ കുഞ്ഞ് അത് നഷ്ടപ്പെട്ടെന്ന് എനിക്ക് എന്നെ വെറുക്കല്ലേ സിദ്ധു, എന്നെ ഉപേക്ഷിക്കില്ലേ? മോളെ, ആഹാരം കഴിക്കണ്ടേ? എടുത്തു വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരണോ? വേണ്ട, ഞാൻ വന്നോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? നേരത്ത് വല്ലതും അകത്ത് ചെല്ലണ്ടേ? ഇങ്ങനെ ഏത് നേരത്തും മനസ്സ് വിഷമിപ്പിച്ച് സങ്കടപ്പെട്ടോണ്ടിരുന്നാൽ എങ്ങനെയാ? വാ, വന്ന് കഴിക്ക്. എനിക്ക് വേണ്ട മണിയമ്മ. എന്താ മണിയമ്മേ, ആഹാരം കഴിക്കണ്ടേ നമുക്ക്? എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. ഈ കുഞ്ഞിന് വേണ്ടെന്ന്. വേണ്ടേ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇനി ഇവിടെ പട്ടിണി കിടക്കിയ കുഞ്ഞെന്ന് ഹരിസാർ അറിഞ്ഞാൽ അത് മതി. കുഞ്ഞ് എഴുന്നേറ്റിഞ്ഞ് വന്നേ. ഹരിയേട്ടൻ എത്ര ദിവസമായി എന്റെ അടുത്തൊന്നും വരണില്ല. ഹരിയേട്ടൻ ഫോൺ ചെയ്ത പോലും എടുക്കുന്നില്ല. മിണ്ടാൻ കൂടി വയ്യാത്ത വേണം. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് കുഞ്ഞിന് തോന്നുന്നുണ്ടോ? ഹരിസാറിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ കുഞ്ഞ് എന്തെങ്കിലും ചെയ്തോ എന്നായി ഈ ലോനപ്പേട്ടൻ ചോദിക്കുന്നത്. ആ പയ്യൻ സിദ്ധാർത്ഥൻ, അവൻ ഇവിടെ വരുന്നുണ്ടാ ഹരിസാർ ഇങ്ങോട്ട് വരാത്തത്? അത് കുഞ്ഞിനറിയാലോ. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ സിദ്ധു. അറിയാം, കുഞ്ഞ് ആവശ്യപ്പെട്ടിട്ടല്ല അവൻ ഇവിടെ വരുന്നെന്ന്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അയാൾ ഇവിടെ വരണമെന്ന് കുഞ്ഞ് ആഗ്രഹിക്കുന്നില്ല. ഇല്ലെന്ന് മാത്രം പറയും. ഇതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യമാണ്. ഞാൻ വെറും ഒരു കാവൽക്കാരൻ. ഈ ഡ്യൂട്ടി കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥന്റെ ഓർഡർ അനുസരിച്ച് മറ്റൊരു ഡ്യൂട്ടി. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ ഇത്രയും നാൾ കഴിഞ്ഞതിന്റെ സ്വാതന്ത്ര്യത്തിൽ പറയുന്നതാ. സ്നേഹിക്കുന്നവർ അരുതെന്ന് പറയുന്നത് അത് അരുതാത്തതായതുകൊണ്ടാണ്. അതനുസരിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. കഴിക്കാറാകുമ്പോ വിളിച്ചാൽ മതി അമ്മണിയമ്മേ. ഈ വീട്ടിൽ ഒരാളെ മാത്രം പട്ടിണി കിടത്തിട്ട് മറ്റാർക്കും ഒന്നും കഴിക്കണമെന്നില്ല. ഞാൻ മുറ്റത്തുണ്ടാവും. ലോനപ്പ പറഞ്ഞതാ മോളെ സത്യം. നമ്മൾ പെണ്ണുങ്ങളാ. ചിലപ്പോ ഒരാളുടെ സ്നേഹത്തിന് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടില്ലെന്ന് വരും. അമ്മണിയമ്മ, ഞാൻ ഒരിക്കൽ പോലും എന്റെ ഹരിയേട്ടനേക്കാൾ വലുതായി മറ്റാരെയും കണ്ടിട്ടില്ല. എനിക്കിതിനാവില്ല. ഈ ജീവിതം പോലും എന്റെ ഹരിയേട്ടന്റെ ദാനമാ. ആ മനസ്സ് വേദനിപ്പിക്കരുത് മോളെ. എന്റെ കാര്യം തന്നെ ഒന്ന് ഓർത്തു നോക്ക്. ഹരിസാറിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നോ? എന്റെ മകനൊരു കൊള്ളരുതാത്തവനാണെന്ന് അറിഞ്ഞിട്ടും ഞാനൊരു അപേക്ഷ പറഞ്ഞപ്പോ എന്നെ ഇവിടെ താമസിപ്പിക്കാൻ പറഞ്ഞതുപോലും ഹരിസാറിന് എന്നോടുള്ള സ്നേഹം കൊണ്ടാ. അതും അദ്ദേഹം വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നിട്ട് കൂടി. അതാ ആ മനസ്സിന്റെ വലിപ്പം. അത് ഞാനും ഒരു നിമിഷം മറന്നുപോയി. എത്രമാത്രം ഞാൻ അദ്ദേഹത്തെ അപമാനിച്ചു മറ്റുള്ളവരുടെ വാക്ക് കേട്ട്. ഈശ്വര, ഒടുവിൽ ആരും ഇല്ലാണ്ടായപ്പോ ഞാൻ പെരുവഴിയിൽ തെണ്ടി നടക്കുന്നത് കണ്ടപ്പോൾ എല്ലാം മറന്ന്
എന്നെ കൂടെ കൂട്ടിയതും ആ മനസ്സിന്റെ വലിപ്പം കൊണ്ട് തന്നെയാ. ഒന്നോർക്കണം കുഞ്ഞെ, ഹരി സാർ അതൊക്കെ ചെയ്യുന്നത് കുഞ്ഞിന് വേണ്ടിയാണെന്ന്. മോള് വാ, വന്ന് കഴിക്ക്. ഇനിയും വാശി പിടിക്കരുത്. ഹരി സാർ വരും മോളെ കാണാൻ. ഒരുപാടൊന്നും പിണങ്ങി നിൽക്കാൻ അദ്ദേഹത്തിനാവില്ല. അത്രയ്ക്കുണ്ട് മോളോട് അദ്ദേഹത്തിനുള്ള സ്നേഹം. മോളെ, ഹരിസാറ് പറഞ്ഞിട്ടും ആ വാക്ക് ധിക്കരിച്ച് ആ പയ്യൻ വന്നിട്ടുണ്ടെങ്കിൽ മോളെ എന്നോട് സത്യം പറയൂ. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവനാ അല്ലേ? ഇക്കാലം കൊണ്ട് എത്ര ജീവിതം കണ്ണിൽ കണ്ടതാ ഈ അമ്മണിയമ്മ. അതുകൊണ്ടാ ചോദിച്ചത് മോളെ. മോള് വാ. ഹരി, മൈനയാ ഇപ്പൊ കൊറേ ആയി വിളിക്കുന്നു. എന്താ ഫോൺ എടുക്കാത്തെ? അവൾക്ക് വല്ല അത്യാവശ്യം കാണും. അവൾ എന്തിനു ഇനി എന്നെ വിളിക്കണം? കട്ട് ചെയ്തേക്ക്. ഹലോ ഹരിയേട്ടാ, മൈനയാ. ഞാനാണ് മൈനെ, ഗൗരി എടുത്തിയാ. നീ പറഞ്ഞോ. ഗൗരി എടുത്തി. ഹരിയേട്ടൻ ഹരിയേട്ടൻ കുളിക്കാ മൈനെ. എടുത്തി. ഹരിയേട്ടനെ എനിക്കൊന്ന് കാണണം. ഒന്ന് വരാൻ പറയോ? ഇല്ലെങ്കിൽ ഞാൻ... നീ വിഷമിക്കാതെ, ഞാൻ പറയാം. ഹരിയേട്ടൻ വരും. ഹരി, ഹരി, എന്തിനാ ഇങ്ങനെയൊക്കെ? മൈന ഹരിയുടെ ജീവനാ. ഈ മനസ്സ് ഗൗരിക്കറിയാം. ഒന്ന് ചെന്ന് കണ്ടൂടെ അവളെ? അവൾക്ക് വേറെ വിശേഷമൊന്നുമില്ലല്ലോ. വേണുവേട്ടൻ ഇപ്പൊ നല്ല മാറ്റമുണ്ടെന്ന് അമ്മയൊക്കെ പറയുന്നേ. അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റാ. സിദ്ധുവേട്ടനെ വിളിക്കാന്ന് വെച്ചാ ഏട്ടന്റെ ഈ അവസ്ഥയിൽ അത് വേണ്ട. നമുക്കങ്ങ് പോവാല്ലേ? എന്തേ? താനെന്താ ഇവിടെ? പോകാൻ തന്നോട് പറഞ്ഞ ഇറങ്ങി പോവാൻ. താനെന്താ ഈ കാട്ടുന്നേ? ഒച്ച എടുക്കണ്ട. എത്ര ഒച്ച എടുത്താലും ഇപ്പൊ ഇവിടേക്ക് ആരും വരില്ല. സോറി വേണു. സത്യം എന്താണെന്നും ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നും തനിക്കറിയാലോ. താൻ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് അംബിക ഇവിടുന്ന് ഒഴിവാക്കണം. അതിനുള്ള തലതിരിഞ്ഞ വഴിയായത്. ഞാനൊരു ആയുധം മാത്രം.
ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? താനൊന്നും പറയണ്ട. താൻ പറയുന്നതൊന്നും ഇവിടെ ആർക്കും കേൾക്കാൻ വേണ്ട. ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ നീ എന്നെ ഒന്നും ചെയ്യില്ല അംബികെ. അതിന് മാത്രമുള്ള ഗട്ട്സ് ഒന്നും നിനക്കില്ല. നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ചിലപ്പോ നമ്മള് മനുഷ്യർ ഇങ്ങനെയാ, അരുതെന്നറിഞ്ഞാലും ചെയ്യും. പോറ്റി വളർത്തുന്ന മുയൽക്കുഞ്ഞുങ്ങളെ പോലും ചില സാഹചര്യങ്ങളിൽ വിരുന്നുകാർക്ക് കറി വെച്ച് കൊടുക്കാറില്ലേ നമ്മള്? അതുപോലൊരവസ്ഥയിലാ ഞാനും. എനിക്ക് ചിലത് നേടാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവൂ. ഞാനതങ്ങ് ചെയ്യാൻ പോവാ. ഇറങ്ങി പോടോ പുറത്ത്. പിന്നെ ഒരുപാടൊന്നും ഉപദ്രവിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല അംബികെ. പക്ഷേ നീ ഒരു അടി തന്ന സ്ഥിതിക്ക് ഞാൻ അതും കൊണ്ട് കൈ വീശി അങ്ങ് പോയാൽ എങ്ങനെയാ? ആണായിട്ട് ജനിച്ചു പോയില്ലേ? അതും അല്പം കോംപ്ലക്സ് ഉള്ളവരാണ്. അയ്യോ, പോന്നോ? വേണുവിന്റെ അച്ഛനും അമ്മയും വരേണ്ട ടൈം ആവുന്നതേ ഉള്ളൂ. അവരെ കാണുന്നില്ലല്ലോ. ഇവിടെ അടുത്തെങ്ങാണ്ട് പോയതാ. നീ ചെല്ല്. അവര് വരുമ്പോ നീ മുറിയിലുണ്ടാവണം. ചെല്ലടാ. എനിക്ക് കഴിയില്ല. ഞാനില്ല. എന്നെ വിട്ടേക്ക്. നിനക്കെന്താ പറ്റിയേ? നിനക്കെന്താ പേടിയാ? എന്നെ ഇനി ഒന്നിനും നിർബന്ധിക്കരുത് ഗീതു, പ്ലീസ്. എനിക്കതിനാവില്ല. നീയൊക്കെ ഒരാണാണോടാ? അതെ, അതുകൊണ്ടാ എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞത്. എന്നെ വിട്ടേക്ക്. മനോജേ, ഈ അമ്മയുടെ വാക്കും കേട്ട് ഇനി അവരോട് മഹാഭാവം ചെയ്യല്ലേ ഗീതു. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, ഇനി ഈ ഭൂമിയില് ആര് വിചാരിച്ചാലും അംബികയും വേണുവിനെയും തമ്മിൽ അകറ്റാനാവില്ല. ഞാനതറിഞ്ഞവനാ. നിന്റെ അമ്മയുടെ ഒരു ഉദ്ദേശവും ഇനി നടക്കാനും പോകുന്നില്ല. ഇനി ഇവിടെ നിന്ന് ഈ വൃത്തികെട്ട നാടകം കളിക്കാതെ നീ എന്റെ ഒപ്പം വാ. ഓ, ഏൽപ്പിച്ച ചെറിയൊരു ജോലി പോലും ചെയ്യാൻ അറിയാത്ത നീയൊക്കെയാണോ വലിയ മിടുക്കനായിട്ട് ഡയലോഗ് അടിക്കുന്നേ? നീ നിന്റെ വഴിക്ക് പോടാ. അതിന് എന്റെ മോളെ കൂട്ടിന് വിളിക്കണ്ട. നീ വിളിച്ചാ ഇവളങ്ങ് വരാനിരിക്കയല്ലേ? വാശി കാണിക്കല്ലേ സീതാലക്ഷ്മി അമ്മേ. നിങ്ങളുടെ മകളായി ജനിച്ചു എന്നൊരു കുറവ് മാത്രമേ ഞാൻ ഇവൾ കാണുന്നുള്ളൂ. അത് ഞാനങ്ങ് സഹിക്കും. ഞാൻ വിളിച്ചാ ഇവള് വരികയും ചെയ്യും. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചിട്ടാ നിങ്ങളായിട്ട് ഇവളെ എനിക്ക് തരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം. അത് ഒരു മഹാപാപം ചെയ്ത് കിട്ടുന്ന കൂലിയായിട്ട് വേണ്ട. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്തു മഹാപാപ? അംബികയും വേണു ഭാഗ്യം ചെയ്തവരവര്. അതുകൊണ്ടാ അവർക്ക് ഇത്രയ്ക്ക് സ്നേഹിക്കാനാവുന്നത്. ആ സ്നേഹം മുറിക്കാന്ന് പറഞ്ഞ അതാണ് മഹാപാപം. അത് നിനക്കും മനസ്സിലാവാൻ ഞാൻ പ്രാർത്ഥിക്കാം.
പറഞ്ഞു വിട്ടവൻ ആട്ടം കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. ഇനിയുണ്ടോ അപ്പച്ചി ഇതുപോലുള്ള തിരക്കഥകൾ? ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞുതാ. കഥ അറിഞ്ഞിട്ട് ആട്ടം കാണുന്നതല്ലേ നല്ലത്. കഥയോ? എന്ത് കഥ? ദേ, അനാവശ്യം പറയരുത്. നീ നിനക്ക് തോന്നിയവനെ വിളിച്ച് മുറി കഴിച്ചിട്ട് എന്നോട് കഥ ചോദിക്കുന്നു. നീ ഒരു പെണ്ണാണോടി? ഇങ്ങനെ വയ്യാതിരിക്കുന്ന ഒരുത്തനായി പോയി എന്റെ വേണു. ഇല്ലെങ്കിൽ ഈ നിമിഷം നിന്റെ കഴുത്തറുത്തേനെ. അതെ, അറുത്തേനെ. എന്നെയല്ല, നിങ്ങളെ. നിനക്കെന്താ അംബികെ, ഭ്രാന്താണോ? എല്ലാം ചെയ്തു വെച്ചിട്ടിപ്പം ഇപ്പൊ ഞങ്ങളാണോ കുറ്റക്കാര്? ഇവിടെ അങ്കിളും സാവിത്രി ആന്റി ഇല്ലാതിരുന്നത് നിന്റെ ഭാഗ്യം. ഞാനായിട്ടൊന്നും അവരെ അറിയിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ നീ സത്യവതിയല്ലേ? ഞാൻ വല്ലതും പറഞ്ഞ ആര് വിശ്വസിക്കാൻ?